നമസ്കാരം, എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് എന്നോട് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യു.കെയിൽ നേഴ്സുമാർക്ക് മാത്രമേ ജോലി സാധ്യതയുള്ളൂ, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ഉള്ളവർക്ക് ഇവിടെ ജോലി സാധ്യത ഉണ്ടോ, അങ്ങനെ ജോലി സാധ്യത ഉണ്ടെങ്കിൽ അവരതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 15ഓളം തൊഴിലവസരങ്ങളാണ്. യു.കെയിൽ നമുക്കൊരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഹെൽത്ത് കെയർ സെക്ടറിലുള്ള 15ഓളം തൊഴിലവസരങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, യു.കെയിൽ നമുക്കൊരു ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ജോലി വേണമെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ 15ഓളം തൊഴിലുകൾക്കും നമ്മുടെ ഇവിടെ ഒരു രജിസ്റ്റേർഡ് ബോഡിയിൽ നമുക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് ഈ 15ഓളം ജോലികൾക്ക് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ രജിസ്റ്ററിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പേര് ചേർക്കാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് യു.കെയിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ മിക്ക ജോലികൾക്കും നമുക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു നേഴ്സായിട്ട്, അതായത് ബാൻഡ് 5 നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ NMCയിൽ നമ്മൾ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഡെന്റൽ കൗൺസിലിൽ നമ്മുടെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന 15 തൊഴിലവസരങ്ങൾ. ഈ 15ഓളം തൊഴിലവസരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ HCPC എന്ന രജിസ്റ്ററിൽ നമ്മുടെ പേര് ചേർക്കേണ്ടതാണ്. HCPC എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽ കൗൺസിൽ എന്നാണ്. ഈ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തൊഴിൽ മേഖലയിൽ നമുക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഏകദേശം 15ഓളം തൊഴിലവസരങ്ങളാണ് നമുക്ക് HCPCയിൽ രജിസ്ട്രേഷൻ വേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഡയറ്റീഷ്യൻസ് ഉണ്ട്, പാരാമെഡിക്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 15ഓളം തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. HCPC രജിസ്ട്രേഷനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ NMCയിൽ ഒരു നേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ജോലി കിട്ടുന്നതിന് വലിയ പാടില്ല. കാരണം ഒരുപാട് വേക്കൻസികൾ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് NHS തന്നെ ആയിരിക്കും നാട്ടിൽ വന്ന് നമ്മളെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ HCPC രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കൊരു ജോലി അതുപോലെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഒരുപാട് കഠിനാധ്വാനവും പരിശ്രമം നടത്തിയാൽ മാത്രമേ നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ. നമ്മൾ എംപ്ലോയറെ കണ്ടെത്തി, ആപ്ലിക്കേഷനൊക്കെ അയച്ച് എംപ്ലോയറെ കണ്ടെത്തി വേണം നമ്മൾ നമ്മുടെ കഴിവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണം ആ ഒരു ജോലി കിട്ടി യു.കെയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഠിനാധ്വാനവും പരിശ്രമവും വളരെ പ്രധാനമാണ് ഈ 15ഓളം തൊഴിലവസരങ്ങൾക്ക് യു.കെയിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി. ഇതിൽ പല തൊഴിലുകളും ഇപ്പോൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സ്കിൽഡ് വർക്ക് വിസ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ എംപ്ലോയറെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ആ രജിസ്റ്ററിൽ പേര് ചേർക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. പിന്നെ വരും ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് എംപ്ലോയറെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. യു.കെയിലെ HCPCയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 3 റൂട്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് UK ആപ്ലിക്കൻസ്, അതായത് യു.കെയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ആ ആപ്ലിക്കേഷൻ റൂട്ട് വഴി അവരുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തത് ഇന്റർനാഷണൽ ആപ്ലിക്കൻസ്, അതായത് യു.കെക്ക് പുറത്ത് എവിടെ പഠിച്ചാലും അവർ ഈ റൂട്ട് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതായത് ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസ് റൂട്ട്. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ റീ അഡ്മിഷൻ റൂട്ട്, അതായത് നേരത്തെ രജിസ്റ്ററിൽ പേരുണ്ടായിരുന്നു, പിന്നെ അത് ക്യാൻസലായി പോയിട്ടുള്ളവർക്ക് റീ അഡ്മിഷൻ റൂട്ട് വഴി വീണ്ടും ആ രജിസ്റ്ററിൽ പേര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്റർനാഷണൽ ആപ്ലിക്കൻസ് എങ്ങനെയാണ് ഈ റൂട്ട് വഴി രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്നാണ്. നമ്മുടെ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസിന് പ്രധാനമായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. സബ്മിറ്റ് ഫോംസ് ആൻഡ് സ്ക്രൂട്ടിനി ഫീ, രണ്ടാമത്തെ പറഞ്ഞാൽ റിസീവ് കൺഫർമേഷൻ ആൻഡ് റെഫറൻസ് നമ്പർ, മൂന്നാമത്തെ പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെന്റ്, നാലാമത്തത് ഡിസിഷൻ ലെറ്റർ. അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ഫോംസ് ആൻഡ് സ്ക്രൂട്ടിനി ഫീ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം ഫീസ് കൂടെ അടയ്ക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ ലെറ്റർ കിട്ടും അവിടുന്ന്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിച്ചു, നമ്മുടെ പേയ്മെൻറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ നമുക്കൊരു റെഫറൻസ് നമ്പരും തരുന്നതാണ്. ഈ റെഫറൻസ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പിന്നീടുള്ള എല്ലാ ഇമെയിൽ കമ്മ്യൂണിക്കേഷനും ആ റെഫറൻസ് നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്തു, അത് അസസ്മെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് അവരെടുക്കുന്ന സ്റ്റെപ്പാണ് മൂന്നാമത്തത്. നാലാമത്തതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ ലെറ്റർ, അതായത് അവർ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് രജിസ്റ്ററിൽ പേര് ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മളെ അറിയിക്കുന്ന സ്റ്റെപ്പാണ് ഡിസിഷൻ സ്റ്റെപ്പ്. ഈ 4 സ്റ്റെപ്പാണ് പ്രധാനമായിട്ട് ഈ ഇൻ്റർനാഷണൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിന് ഉള്ളത്. ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ റൂട്ട് വഴി HCPCയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാക്സിമം ടൈം സ്കെയിൽ അവർ പറയുന്നത് 60 ഡേയ്സ് ആണ്. അതായത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫീസും അടച്ചു കഴിഞ്ഞാൽ 60 ഡേയ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഡിസിഷൻ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ ഈ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസിൻ്റെ അസസ്മെന്റ് പ്രോസസ്സ് വിശദമായിട്ടൊന്ന് പറയാം. നമുക്ക് പ്രധാനമായിട്ട് അതിനെ 3 സെക്ഷനായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ബൈ HCPC ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്രോസസ്സിംഗ് വിത്തിൻ 4 വീക്സ് ഫ്രം റെസിപ്റ്റ്.
മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ആണ് വിത്തിൻ 60 വർക്കിംഗ് ഡേയ്സ് ഫ്രം റെസിപ്റ്റ്. ഇതാണ് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ബൈ HCPC. അതായത് HCPCയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞു, അവരത് പ്രോസസ്സിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കൺഫർമേഷൻ ലെറ്റർ അയക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇമെയിൽ അയക്കും. ആ ഇമെയിൽ ഒരു ലിങ്ക് അവർ കൊടുത്തിരിക്കും. ആ ലിങ്കിലൂടെയാണ് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. 539 പൗണ്ടാണ് ഈ ജൂലൈ തൊട്ടുള്ള പേയ്മെന്റ്. ഈ പേയ്മെന്റ് കൊടുക്കാനുള്ള ലിങ്ക് അതിൽ കൊടുത്തിരിക്കും. ഈ ലിങ്ക് 72 മണിക്കൂറിലേക്ക് ആക്റ്റീവ് ആയിരിക്കും. ഈ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ ഒക്കുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ HCPCയെ ബന്ധപ്പെടേണ്ടതാണ്. അന്നേരം അവർ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് പേ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരുന്നതായിരിക്കും. ഈ കൺഫർമേഷൻ ലെറ്റർ ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ്. ഒരു 8 ഡിജിറ്റ് റെഫറൻസ് നമ്പറാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് HCPC ആയിട്ട് പിന്നെ ബന്ധപ്പെടുമ്പോഴെല്ലാം ഈ റെഫറൻസ് നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കത്തില്ല. അവരന്നേരം നമുക്കത് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മളെ അറിയിക്കും. അവർ ഇമെയിൽ സെൻഡ് ചെയ്യും നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. നോർമലി ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസ് നമ്മൾ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്, കൊറിയർ വഴിയാണ് ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസ് എല്ലാം അയക്കേണ്ടത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്രോസസ്സിംഗ് ആണ്. ഈ ഇനിഷ്യൽ പ്രോസസ്സിംഗ് അവർ 4 വീക്സിനുള്ളിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ ഇനിഷ്യൽ പ്രോസസ്സിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെക്സ് ആണ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും പ്രൊഫഷണൽ രജിസ്ട്രേഷനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ അവർ നടത്തുന്നതാണ്. അതായത് അവർ നമ്മുടെ കോളേജിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ബോഡിയെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ അവരെല്ലാം കോൺടാക്ട് ചെയ്ത് നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം സത്യമാണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ അവർ ഔട്ട്സൈഡ് ഏജൻസികളെ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ റെഫറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഞാൻ ഇതേപോലെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, ചിലപ്പം HCPCന്ന് കോൺടാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ റെഫറൻസിന് അവർ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് വേണ്ടി അവർ കാത്തു നിൽക്കാറില്ല. അവരതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് ആണ്. ഈ അസസ്മെൻറ്റ് അവർ 60 ഡേയ്സിനുള്ളിൽ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അസസ്മെൻറ്റ് സമയത്ത് അവർ നമ്മുടെ ആപ്ലിക്കേഷനെ 2 അസസർമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫീൽഡിൽ തന്നെയുള്ള 2 അസസർമാരെയാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർ നമ്മുടെ എംപ്ലോയറോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിനെയോ ഒന്നും അവർ ബന്ധപ്പെടില്ല. അവർ പ്യൂർലി നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യുന്നത്. അവർ ചെക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൊഫഷണൽ ബോഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇനി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഇൻറ്റേൺഷിപ്പും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് വെച്ച് ആക്സസ് ചെയ്യും. അതായത് നമ്മുടെ ആ എഡ്യൂക്കേഷനിലുള്ള കുറവ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് അവർ ഹാപ്പി ആണെങ്കിൽ അവർ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അസസർമാർ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചായിരിക്കും. അവർ നമ്മളുടെ എംപ്ലോയറെയോ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡറെയോ ഒന്നും കോൺടാക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ അംഗീകൃതമായ കോളേജുകളിലെ മാത്രം കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ നടക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ 2 ആക്സസേഴ്സും അവരുടെ റിപ്പോർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് റെക്കോർഡ് ഓഫ് അസസ്മെന്റ് അവർ നമുക്ക് അയച്ചു തരുന്നത്. ഇങ്ങനെ അയച്ചു തരുമ്പോൾ ചില സമയത്ത് നമ്മളോട് കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ അവർ നമുക്കൊരു ഇമെയിൽ അയക്കും, ഒരു ലിങ്കുമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനുള്ള. അന്നേരം നമുക്ക് രജിസ്ട്രേഷൻ ഫീ അവിടെ അടയ്ക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ റൂട്ട് വഴിയുള്ള പ്രോസസ്സ്. ഇനി നമുക്ക് ഈ പ്രോസസ്സിന് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ നോർമലി നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്, ബൈ പോസ്റ്റാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം HCPCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിനകത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നേരം അതിനകത്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് അയക്കുമ്പോൾ, ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ അയക്കരുത്. നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പീസാണ് അയക്കേണ്ടത്. അതായത് ഏതെങ്കിലും ഗസറ്റ് ഓഫീസറിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി എടുത്ത് സർട്ടിഫൈ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റാണ് നമ്മൾ HCPCക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടത്.
ഇനി ഈ ഫോമിൽ പ്രധാനമായിട്ട് 7 സെക്ഷൻസ് ആണുള്ളത്. അത് 7 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ നെയിമും സർനെയിമും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, തെറ്റ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അതായത് നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക, നമ്മൾ പഠിച്ച കോളേജുകൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക, പഠിച്ച വർഷം ഒക്കെ എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. മൂന്നാമത്തതുള്ളത് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അടുത്തത് നാലാമത്തതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആൻഡ് മെമ്പർഷിപ്പ് ആണ്. അതായത് നമ്മൾ ഏതൊക്കെ രജിസ്ട്രേഷനിലാണ് നമുക്ക് ഉള്ളത് നാട്ടിൽ. അതായത് ഇപ്പം നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഫീൽഡിൽ അത് ഡയറ്റീഷ്യൻ ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും രജിസ്ട്രേഷനോ മെമ്പർഷിപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വെക്കേണ്ടത്. ഇത് സെക്ഷൻ 5 ആണ്. ഈ സെക്ഷൻ 5 നമ്മളോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് എസ് കൊടുക്കാൻ പറ്റുന്നത് മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ്. മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ ഒക്കുന്നതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവർ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ളതല്ല, അതുകൊണ്ട് തന്നെ നമുക്കവിടെ നോയെ കൊടുക്കാനൊക്കത്തുള്ളൂ. കാരണം ഇംഗ്ലീഷ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡേ ടു ഡേ യൂസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് നോയാണ്. അവിടെ എസ്, നമ്മളിപ്പോൾ ഡിഗ്രിക്ക് ഇംഗ്ലീഷിലാണ് നമ്മുടെ ഡിഗ്രി പഠിച്ചതെന്ന് വെച്ച് നമുക്ക് അവിടെ എസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിഗ്രിക്ക് നമ്മുടെ ഇംഗ്ലീഷിലാണ് പഠിച്ചതെന്ന് വെച്ച് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകില്ല എന്നുള്ളത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് നോ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ IELTS സ്കോർ അവിടെ കൊടുക്കേണ്ടതാണ്. അത് മിനിമം സ്കോർ നമ്മൾ 6.5 ഓവറോൾ നമുക്ക് 7 ഉണ്ടായിരിക്കണം. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന് മാത്രം 8 ഓവറോൾ വേണം, 7.5 മിനിമം ഉണ്ടായിരിക്കണം. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. അടുത്ത സെക്ഷൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസ് അടയ്ക്കുന്നതാണ്. അതായത് അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരത് ഫസ്റ്റ് റൗണ്ട് ചെക്കിങ് നടത്തിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക് അയച്ചു തരും പേ ചെയ്യാനുള്ളത്. ആ ലിങ്ക് വഴി നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇമെയിൽ അഡ്രസ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ലിങ്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇമെയിൽ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. അടുത്തത് അവസാനത്തെ സെക്ഷൻ 7 എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും നമ്മുടെ ഡേറ്റ അവർക്ക് യൂസ് ചെയ്യാൻ സമ്മതമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്ത് പോയാൽ മതി. അതിനു വേണ്ടിയുള്ളതാണ് ലാസ്റ്റ് സെക്ഷൻ. അങ്ങനെ ഈ 7 സെക്ഷനാണ് പൂരിപ്പിക്കേണ്ടത്. അന്നേരം ഞാനത് വിശദമായിട്ട് ഒന്നുകൂടെ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അന്നേരം നമുക്കത് ഓൺലൈനിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിനകത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് HCPC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അന്നേരം നമുക്ക് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് നോ കൊടുക്കാം, ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഏത് പ്രൊഫഷനിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഡയറ്റീഷ്യൻ ആണോ, ഇപ്പോൾ ആർട്ട് തെറാപ്പിസ്റ്റ് ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് ടിക്ക് ചെയ്താൽ മതി. ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അന്നേരം അവിടെ ടൈറ്റിലും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, കറണ്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഈ അഡ്രസ്സിന് വേണ്ടിയുള്ള പ്രൂഫ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അന്നേരം ഈ നെയിമിന് നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുക്കാവുന്നതാണ്. അഡ്രസ് പ്രൂഫിന് നമുക്ക് ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലിൻ്റെ അഡ്രസ്സ് അയക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു റീസെൻറ്റ് ഫോട്ടോ വേണം. സെക്ഷൻ 1 നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 2 നമ്മുടെ ക്വാളിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത്തരം അതിനകത്ത് നമ്മുടെ കോളേജിൻ്റെ പേര് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ എന്ന് വരെയാണ് പഠിച്ചതെന്ന് കൊടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് അവിടുത്തെ ഒരു റെഫറൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പേരും അതിൻ്റെ ജോബ് ടൈറ്റിലും കൊടുക്കണം. അവരുടെ ഇമെയിൽ അഡ്രസ്സും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഷോർട്ട് കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാവുന്നതാണ്. അവിടെയും നമുക്ക് റെഫറൻസും നെയിമും ഒക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. നമ്മൾ അവിടെ 2 റെഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്വാളിഫിക്കേഷൻ സെക്ഷനിൽ ഉള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സും അവരുടെ വെബ്സൈറ്റും ഇമെയിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില സമയങ്ങളിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി. അന്നേരം അത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ എന്താണ് ജോലി ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം അതിനുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട്. അന്നേരം അവർക്ക് ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. അവിടെ തന്നെ ഒരു ഫോം 2 ഉണ്ട്. നമുക്ക് ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.
അടുത്തത് സെക്ഷൻ 4 ആണ്. ഈ സെക്ഷൻ 4 എന്ന് വെച്ചാൽ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഓർ മെമ്പർഷിപ്പ് ഓളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മൾ നാട്ടിൽ ഏതെങ്കിലും നമ്മുടെ രജിസ്റ്റേർഡ് ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ പേജിൽ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മെമ്പർഷിപ്പുകളും അവിടെ ആഡ് ചെയ്യാൻ ഒക്കുന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാത്തവരെല്ലാം തന്നെ നോ ആണ് കൊടുക്കേണ്ടത്. ഒഫീഷ്യലി പറഞ്ഞാൽ നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ സ്കോർ അവിടെ കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഇംഗ്ലീഷിൽ നമ്മുടെ ഡിഗ്രി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലാണ് ഡിഗ്രി പഠിച്ചതെന്നോ പറഞ്ഞൊരു ലെറ്റർ കൊടുക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകുന്നില്ല. നമ്മൾ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നുള്ളവർ മാത്രമേ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് അവർ കരുതുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് കൊടുത്താൽ അവർ നമ്മുടെ അടുത്ത് മറ്റ് ഡീറ്റെയിൽസ് ഫ്യൂച്ചറിൽ ആവശ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നും കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ നിന്നുള്ളവർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അടുത്തത് പേയിങ് സ്ക്രൂട്ടിനി ഫീ, അതായത് നമ്മുടെ ആപ്ലിക്കേഷനുള്ള ഫീസ് 539 പൗണ്ട് അടയ്ക്കാനുള്ളതാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഇമെയിൽ അയച്ചു തരും ഒരു ലിങ്കുമായിട്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. 72 hours ആണ് ആ ലിങ്ക് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതുവരെ പൈസ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നമ്മുടെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഡിക്ലറേഷൻ. അവിടെ എല്ലാം നമ്മൾ ടിക്ക് ചെയ്യുക, നമ്മളെല്ലാത്തിനും സമ്മതമാണെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഫോമിനകത്തുള്ളത്. ഇനി ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. അതിൻ്റെ അഡ്രസ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് വഴി അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ ആക്കി മാറ്റേണ്ടതാണ്, ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റഡ് കോപ്പിയാണ് അയക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമ്മൾ ഫോമിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ഈ ഫോം അയച്ചു കഴിയുമ്പോൾ അവർക്ക് ഹാപ്പി ആണെങ്കിൽ അവർ പ്രോസസ്സ് ചെയ്യും, ഇല്ലെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് മെയിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ മെയിൽ വഴി ആയിരിക്കും നമ്മളോട് ബന്ധപ്പെടുന്നത്. അന്നേരം നമ്മൾ ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡിസിഷൻ അറിയാനൊക്കും നമ്മൾ സക്സസ്ഫുൾ ആണ്, നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ. അന്നേരം നമുക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ HCPC രജിസ്റ്ററിൽ പേര് ആകുന്നതാണ്. ഇങ്ങനെ പേര് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് UK ഈ ജോലികൾക്ക് വേണ്ടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അന്നേരം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതിനുള്ള വേക്കൻസികൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവസാനം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പോസ്റ്റിൽ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിങ്ങൾ കഴിയുന്നതും അത് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ ഈ 15 പ്രൊഫഷൻസിന് എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം, അവർക്ക് കിട്ടുന്ന സാലറി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.